Hi friends, welcome back to our channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ കണ്ണൂരുകാരുടെയും തലശ്ശേരിക്കാരുടെയും ഒക്കെ ബറാത്ത് സ്പെഷ്യൽ ആയിട്ട് തയ്യാറാക്കി എടുക്കുന്ന അടിപൊളി ആയിട്ടാണ് കേട്ടോ. കായ്ക്കറിയുടെ റെസിപ്പിയാണ്. നമ്മൾ കണ്ണൂരുകാർ പഴത്തിന് കായ് എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ കായ്ക്കറി എന്ന് അതുകൊണ്ടാണ് പേര് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കരുതും, അറിയാത്തവർ കരുതും ഇത് കറിയാണെന്ന്. ഇത് കറിയല്ല, കായ്ക്കറി പായസമാണ് കേട്ടോ. നല്ല മധുരമുള്ള ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. നമ്മൾ തേങ്ങാപ്പാലും പഴമൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു കിഡിലൻ ഐറ്റാണ്. അപ്പോൾ ഇതുപോലത്തെ ഐറ്റം നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്കും കൂടി അറിയാലോ അത് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് കണ്ണൂർ മാത്രമാണ് ഉള്ളതെന്ന്. നമ്മൾ ബറാത്തിൻ്റെ അന്ന് സ്പെഷ്യലായിട്ട് ഈ ഒരു പായസം നിർബന്ധമായിട്ട് എല്ലാവരും തയ്യാറാക്കി നോക്കുന്നൊരു പായസമാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കായ്ക്കറി റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് വേണ്ടത് പുഴുങ്ങലരി, കുറച്ച് കടലപ്പരിപ്പ്, അതുപോലെ തന്നെ പച്ചരി. അപ്പോൾ ആദ്യം തന്നെ പുഴുങ്ങലരി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ നോർമലി ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരിയാണ് പുഴുങ്ങലരി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ മട്ടയരിയാണ് കേട്ടോ എൻ്റെ വീട്ടിൽ ചോറ് വെക്കാൻ ഉപയോഗിക്കാറ്. അതുകൊണ്ട് മട്ടയരിയാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ 1/4 കപ്പ് അരി, പുഴുങ്ങലരി നല്ല തിളച്ച ചൂടുവെള്ളത്തിൽ ഒരു 5-5.5 മണിക്കൂർ എന്തായാലും കുതിർത്ത് വെക്കണം കേട്ടോ. എങ്കിലും നന്നായിട്ട് കുതിർന്നിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ 1/4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അടുത്തത് നമുക്ക് ഈ ഒരു പായസത്തിലേക്ക് മെയിനായിട്ട് വേണ്ടത് കടലപ്പരിപ്പാണ്. 1/4 കപ്പ് കടലപ്പരിപ്പ് ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 1.5 മണിക്കൂർ, ഏതാണ്ട് 2 മണിക്കൂറിൻ്റെ അടുത്തായിട്ട് ഞാൻ പച്ചവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 1/4 കപ്പ് അളവാണ് എടുത്തിട്ടുള്ളത്. അടുത്തത് നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് പച്ചരിയാണ്. പച്ചരി എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ദോശയൊക്കെ ചുടാനെടുക്കുന്ന സെയിം പച്ചരി തന്നെയാണ് കേട്ടോ. ഇതും ഞാൻ 1/4 കപ്പ് അളവിനാണ് എടുത്തിട്ടുള്ളത്. 1 മണിക്കൂർ മുന്നേ ഒന്ന് പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1/4 കപ്പ് അളവാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മെഷറിംഗ് കപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ നോർമലി വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടാവില്ല, അതിൽ തന്നെ എല്ലാത്തിൻ്റെ അളവ് സെയിം ഒരു ഗ്ലാസ്സിൽ എടുക്കണമെന്നേ ഉള്ളൂ. കാരണം എല്ലാവരുടെയും വീട്ടിൽ മെഷറിംഗ് കപ്പ് ഉണ്ടാവണമെന്നില്ലല്ലോ. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുഴുങ്ങലരി നന്നായി കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു അരി അരയാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ, നല്ല ടൈറ്റായിട്ടാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ ഇത് നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിൽ തന്നെ വേണം കേട്ടോ. നല്ല കട്ടിയായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക, അരിക്ക് ആവശ്യമായിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടി അല്ലെങ്കിൽ പത്തിരിപ്പൊടി എന്നെല്ലാം പറയില്ല, നമ്മൾ നോർമലി പത്തിരി റെഡിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെയിം പൊടി തന്നെ കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. അത് നിങ്ങൾക്ക് കറക്റ്റ് ഒരു അളവൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ആ അരിക്കനുസരിച്ചിട്ട് അരി ടൈറ്റ് ആവാൻ ആവശ്യമായിട്ടുള്ള പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കുഴക്കുമ്പോൾ മനസ്സിലാവും എത്ര വേണമെന്നുള്ള. നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് പറ്റണം. ആ ഒരു രീതിയിൽ വരെ അരിപ്പൊടി ഇട്ട് കൊടുക്കുക, ടൈറ്റ് ആവുന്നവരെ. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ അരി അരച്ച് വെച്ച മിക്സിയുടെ സെയിം ജാറിലേക്ക് തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പച്ചരി ഉണ്ടല്ലോ, അത് നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ദോശക്കൊക്കെ അരി അരച്ചെടുക്കുന്ന ആ ഒരു സെയിം രീതിയിലൊന്ന് അരച്ചെടുക്കുക. അപ്പം ഞാൻ നമ്മുടെ പച്ചരി അരച്ചെടുത്തിട്ട് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചരി കുറച്ച് ലൂസായി പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ പായസം റെഡിയാക്കുന്ന സമയത്ത് അത് കുറുകി വന്നോളൂ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ടേ. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണൊന്നും ഇല്ല കേട്ടോ. 1/4 ടീസ്പൂണിൻ്റെ കുറച്ച് കുറവായിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അടുത്തത് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ, ഈ ഒരു കായ്ക്കറി റെഡിയാക്കാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറിയ തേങ്ങ ആയതുകൊണ്ട് ഞാൻ 2 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇനി ഞാൻ ഇതിൻ്റെ തേങ്ങാപ്പാൽ എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ആ തേങ്ങയൊക്കെ ചെറിയ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2ാം പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ കറക്റ്റ് അളവ് എന്ന് പറയുന്നത് 5 കപ്പാണ്. 5 കപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോർമലി ഒരു വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സിലാണെങ്കിൽ 5 ഗ്ലാസ് വരും. ഇത് 1ാം പാലാണ് കേട്ടോ. ഇത് 2 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്, അതായത് 2 ഗ്ലാസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കണേ.
അടുത്തത് ഞാനിവിടെ സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ഭാഗത്തോളം വെള്ളം, അത്രയ്ക്ക് മതി. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു തട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ അരി അരച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനെ കൊണ്ട് പിടി റെഡിയാക്കണം. ഈ ഒരു കായ്ക്കറിയിൽ ഇടുന്ന സംഭവത്തിന് അരി അരച്ചിട്ട് ഉരുട്ടിയെടുക്കുന്നതിന് പിടി എന്നാണ് കേട്ടോ പറയുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റീമറിൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാഴയില ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുത്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിലിപ്പോൾ ഞാനിവിടെ നോക്കി വാഴയില എനിക്ക് കിട്ടിയില്ല, ഇവിടെ എല്ലാ സമയത്തൊന്നും കിട്ടില്ല കേട്ടോ, ചില സമയത്തേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല കേട്ടോ വാഴയില വേണമെന്നൊന്നും. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കയ്യിൽ കുറച്ച് ഇതുപോലെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചായിട്ട് എടുക്കുക. അത് നിങ്ങൾക്ക് എത്രയാണോ കയ്യിൽ ഒതുങ്ങുന്ന ആ ഒരു രീതിയിൽ എടുക്കുക കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടുള്ള ബോൾസ് ആയിട്ട് എടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഉരുട്ടിയെടുക്കേണ്ടത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു 3-4 എണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ, പെട്ടെന്ന് കഴിയും കേട്ടോ. ഈ ഒരു ഇത് ചെറിയ ബോൾസായി എടുക്കുക, എന്നിട്ട് വിരൽ കൊണ്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി ഇതുപോലെ ഞാൻ മുഴുവനൊന്ന് ഉരുട്ടിയെടുത്തിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ കഴിയും, ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ മുഴുവൻ പിടിയും ഞാൻ ഉരുട്ടിയെടുത്ത് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു സൈസിൽ മതി കേട്ടോ, ഒരുപാട് തടി കൂടിയിട്ടായിട്ട് ഉരുട്ടിയെടുക്കണം. കാരണം നമുക്ക് പായസം കുടിക്കുന്ന സമയത്ത് അതിൽ നിന്ന് കടിക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല. ഈ ഒരു നേരിയ രീതിയിലാണ് നല്ല കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിപ്പോൾ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് 20 മിനിറ്റാണ് കേട്ടോ വെക്കുന്നത്. എനിക്ക് 20 മിനിറ്റേ വേണ്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരിക്കോ അതുപോലെ തന്നെ ഫ്ലെയിമിൻ്റെ ഒക്കെ വ്യത്യാസം വരുമല്ലോ, അതിനനുസരിച്ചിട്ട് വേവിലും വ്യത്യാസം വരും. അപ്പോൾ നിങ്ങളൊരു 1/4 മണിക്കൂറൊക്കെ ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ, അടപ്പ് തുറന്നിട്ട് വെന്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പായസത്തിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിടി കണ്ടില്ല, നന്നായിട്ട് വെന്തതിന് ശേഷം ചൂടൊക്കെ ആറിയതിന് ശേഷം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കടലപ്പരിപ്പ് ഒരു വിസിലടിച്ചതിന് ശേഷം പ്രഷറൊക്കെ പോയതിന് ശേഷം കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരുപാട് വേവിച്ചെടുക്കാൻ പാടില്ല കടലപ്പരിപ്പ്. പിന്നെ നമ്മൾ നേരത്തെ പച്ചരി അരച്ച് വെച്ചിരുന്നില്ല അതും. അതുപോലെ തന്നെ ഇനി നമുക്ക് ആവശ്യത്തിലേക്ക് ഒരു നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം കേട്ടോ. നീളത്തിൽ നടുക്കൂടെ കട്ട് ചെയ്തിട്ട് നേരെ 2 ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ഈ ഒരു ഷേപ്പിൽ. പിന്നെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേന്ത്രപ്പഴം നിങ്ങൾക്ക് ഇതിലും ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഈ ഒരു രീതി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വെന്ത് വരുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് ഉടഞ്ഞിട്ടൊക്കെ കിട്ടിക്കോളൂ. അപ്പോൾ ഇനി നമുക്ക് പായസം റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഒരു അടികട്ടിയിൽ ഇതുപോലൊരു പാത്രം എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള 2-ാം പാലുണ്ടല്ലോ, 5 കപ്പ് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പച്ചരി അരച്ച് വെച്ചിരുന്നില്ലേ, ദോശയുടെ മാവ് പോലെ അരച്ച് വെച്ചിട്ടില്ലേ, ആ പച്ചരി ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് നിറയെ ചേർക്കുന്നില്ല, 1 കപ്പിൽ കുറച്ച് കുറവായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മിക്സ് ചെയ്യുന്നത് വരെ ഞാനിത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ മിക്സിങ് നടത്തിയിട്ടുള്ളത്. കാരണം എന്ന് വിചാരിച്ചാൽ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാൻ പാടില്ല, നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് സ്റ്റൗ ഓൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൈ എടുക്കാതെ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളിതിൽ പച്ചരി ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകും, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട പോലെ ആയിപ്പോൾ. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം എന്ന് പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ, എങ്കിലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. നമ്മൾ ചേർത്തിട്ടുള്ള അരി ഏതാണ്ടൊന്ന് വെന്ത് വരണം, പച്ചരിയൊക്കെ ചേർത്തല്ലോ. അപ്പോൾ ഇത് പാലും പച്ചരിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാലിൻ്റെ മിക്സ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കുറച്ച് ഈ പാലിൻ്റെ മിക്സ് ഒന്ന് ടൈറ്റായി കുറുകി വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ തിളച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ പഴം, ആ പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി പഴം ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊരു 1/4 ഭാഗത്തോളം പഴം വെന്ത് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണമെന്നില്ല, കാരണം നമ്മൾ തേങ്ങാപ്പാലിൻ്റെ മിക്സ് നല്ലതുപോലെ തിളച്ചല്ലോ. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണ്ട, ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണേ, പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടാലും മതി. അപ്പോൾ 1/4 ഭാഗത്തോളം ഒന്ന് പഴം വെന്ത് വരട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ കായ്ക്കറി വെക്കുമ്പോൾ എപ്പോഴും പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കണേ, കാരണം എങ്കിലേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നേന്ത്രപ്പഴം തന്നെ നിർബന്ധമാണ് കേട്ടോ, വേറെ പഴം കൊണ്ടൊന്നും നമുക്കിത് ചെയ്യാൻ കഴിയില്ല.
ഇനി നമുക്ക് ഈ പഴം നന്നായിട്ട് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു 3/4 ഭാഗത്തോളം മാത്രം മതിയേ വെന്ത് വരുന്നത്. ഇപ്പോൾ നമ്മുടെ പഴം കറക്റ്റ് 3/4 ഭാഗത്തോളം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പിടി ഉണ്ടല്ലോ, ആ പിടിയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ഉണ്ടല്ലോ, അതൊക്കെ രണ്ടും ഒന്നിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ, കാരണം നമ്മൾ മൈൻഡ് ചെയ്യാതെ നിൽക്കരുത്, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇടയ്ക്കിടെ ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക, നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഉപ്പ് മാത്രം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾ മധുരമൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പക്ഷെ ഞാനിപ്പോൾ ഇടുന്നില്ല, കറക്റ്റ് നല്ല പെർഫെക്റ്റ് മധുരമാണ് കേട്ടോ ഈ ഒരു അളവ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രക്ക് വേണ്ടെങ്കിൽ കുറച്ചിട്ട് ഇടുക, ഇതിൽ കൂട്ടിയിട്ടിടുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ലാസ്റ്റ് എല്ലാം തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1/4 പാല്, ആ 2 കപ്പ് അളവിൽ 1/4 പാല് ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 1/4 പാലൊക്കെ ഒഴിക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഫ്ലെയിം വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴൊക്കെ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് കാഷ്യൂ മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, ഓപ്ഷണലാണ്. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചിലവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ നെയ്യ് കൂടുതലായിട്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കുക, കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാഷ്യൂ മാത്രം മതി, മുന്തിരി വേണ്ട. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1/4 പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് പായസം തിളപ്പിച്ചെടുക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് തിള വരുന്ന ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ചെറുതായിട്ടൊന്ന് ബബിൾസ് വരാൻ വേണ്ടി തുടങ്ങുമല്ലോ, ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ പായസം റെഡി ആയിട്ടുണ്ട്, ബബിൾസ് വരാൻ വേണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം എന്തായാലും നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും, ആ ഒരു സമയം കുറച്ചുകൂടി ടൈറ്റ് ആവും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു തിക്നെസ്സാണ് നല്ലത് കേട്ടോ. കായ്ക്കറി എന്ന് പറയുമ്പോൾ ഒരുപാട് ലൂസ് ആവാൻ പാടില്ല, ടൈറ്റ് തന്നെയാണ് നമ്മൾ കുടിക്കുമ്പോഴേക്കും ഉണ്ടാകുക. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ ഓഫ് ആക്കുക. ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. അപ്പോൾ ഇനി ഞാനിത് അടച്ചു വെച്ച് കൊടുക്കാൻ പോവാണ്. ഇനി നമ്മൾ ഒരു 10-15 മിനിറ്റ് ഇത് തൊടാതെ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എങ്കിലേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ പായസം കാണിച്ചു തരാം. കണ്ടില്ലേ, നന്നായിട്ട് കുറുകി വന്നിട്ടില്ല. ഇതാണ് കേട്ടോ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കായ്ക്കറി വേണ്ടത്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കായ്ക്കറി ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ അല്ലേ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ ബറാത്തിന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്കും കൂടി അറിയാൻ പറ്റില്ല എന്താണെന്നുള്ളത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ബറാത്തിന് നിങ്ങളെല്ലാവരും നമ്മുടെ കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കായ്ക്കറി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് എല്ലാ ഫീഡ്ബാക്സും അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.